ഹായ്, ഇന്ന് +2 ബയോളജി സയൻസ് കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസിന് കൂടുതലും മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യാനായിരിക്കും ആഗ്രഹം. മെഡിക്കൽ ഫീൽഡിൽ MBBS ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസും നമുക്കിടയിലുണ്ട്. അപ്പൊ ഈ MBBS ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്ന് ഇന്ത്യൻ MBBSഉം ഒന്ന് എബ്രോഡ് MBBS. അപ്പോൾ ഇന്ത്യൻ MBBS ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് നീറ്റ് എഴുതി ഹൈ മാർക്കോട് കൂടി ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മാത്രമേ ഇന്ത്യയിൽ സീറ്റ് അവൈലബിൾ ആയിട്ട് വരുള്ളൂ. അങ്ങനെ നിൽക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ അല്ലാത്ത സ്റ്റുഡൻസിന് നമുക്ക് കൂടുതലും എബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്നവരും കാണും. അപ്പൊ എബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. MBBS ഇൻ എബ്രോഡ്. നമ്മൾ എബ്രോഡ് പോയി MBBS ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ നമുക്ക് ഫസ്റ്റ് മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞത് നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രി ക്രൈം റേഷ്യോ കുറഞ്ഞ കൺട്രി ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രിയിലെ ബോർഡർ കൺട്രീസിലെ ക്രൈം റേഷ്യോ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള കൺട്രി ഏതാണോ അത് തന്നെ നമ്മൾ ചൂസ് ചെയ്യാൻ നോക്കിയാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ, അതായത് NMC റൂൾസ് ആണ് നമ്മൾ നോക്കേണ്ടത്. 2021 നവംബർ 18 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പബ്ലിഷ് ചെയ്ത ഒരു ഗസറ്റ് ഉണ്ട്. അതിൽ വരുന്ന കുറച്ച് നോംസ് ഉണ്ട്. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയോ കൺട്രി വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ദെൻ നമ്മൾ കൺട്രി ഡീറ്റെയിൽസ് ആണ് നോക്കേണ്ടത്. കൺട്രി ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത് വെച്ചാൽ ക്ലൈമറ്റ്, നമ്മൾ കറൻസി റേറ്റ്, പോപ്പുലേഷൻ എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൺട്രി ഡീറ്റെയിൽസിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കൺട്രി നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കണം അല്ലേ നമ്മൾ ചൂസ് ചെയ്യാനുള്ളത്. അപ്പൊ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അവിടുത്തെ ഫാക്കൽറ്റി ഡീറ്റെയിൽസ്, അതായത് ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങളും നമ്മൾ നോക്കണം. അതുപോലെ തന്നെ സ്റ്റുഡന്റ് സ്റ്റാഫ് റേഷ്യോ നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മീഡിയം ഓഫ് ലാംഗ്വേജ്. അത് നമ്മൾ ഇംഗ്ലീഷ് ആണോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി അപ്രൂവൽസും MBBS കരിക്കുലവും നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ഇതിന്റെ കൂടെ തന്നെ ഇനി അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ആണ്. ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് വരുമ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ഏത് യൂണിവേഴ്സിറ്റി ആണോ ആ യൂണിവേഴ്സിറ്റിയും ഹോസ്പിറ്റലും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ പേഷ്യന്റ് ഫ്ലോ നോക്കണം, ബെഡ് സ്പേസ് നോക്കണം. കാരണം ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹോസ്റ്റൽ ആൻഡ് ഫുഡ് ഫെസിലിറ്റീസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻസൈഡ് ക്യാമ്പസിൽ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ടോന്നും അതുപോലെ തന്നെ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇനി അടുത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ് ആ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ സ്റ്റാഫ് 24 hours ആ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടോ എന്നുള്ളതും നമ്മൾ നോക്കണം. ഇനി ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫീസ് സ്ട്രക്ചർ. ഫീസ് സ്ട്രക്ചർ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ഔട്ട് ചെയ്തിട്ട് മാത്രമേ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ട്രാവലിംഗ് ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. ട്രാവലിംഗ് ഡീറ്റെയിൽസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ട്രാവലിംഗ് വേ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രാവലിംഗ് വേ നമ്മൾ ചൂസ് ചെയ്യണം. ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ചൂസ് ചെയ്യണം. ലഗേജ് ഡീറ്റെയിൽസും നമ്മൾ നോക്കണം. സോ ഞാൻ പറഞ്ഞ ഈ പോയിന്റ്സ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ഔട്ട് ചെയ്തിട്ട് മാത്രമേ MBBS എബ്രോഡ് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡു കോൺടാക്ട് വിത്ത് EBS എഡ്യൂക്കേഷൻ.